അതിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് നവാസ് ഓക്കെ ക്ഷണിക്കുന്നു. ഗതാഗത പരിഷ്കാരം അതേപടി നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപറ്റം വ്യാപാരി സുഹൃത്തുക്കൾ നടത്തുന്ന ഒരു ഭീമ ഹർജി നിവേദനം കൊടുക്കാനാണ് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത്. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം റഫീഖ് പട്ടണത്തിലാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മാഹി ദേവരുപാറ, അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം പറയുന്നു. പ്രഭാഷകരിൽ ഒരാളായ പാറയിൽ ബഷീറാക്ക ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇങ്ങനെ ഒരു പരിപാടിയുമായി ഞങ്ങൾ കടന്നു വന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അതിന് സംശയമുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് വ്യാപാരി സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു ഐക്യദാർഢ്യ യോഗവുമായി മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ കടന്നു വന്നിരിക്കുന്നത്? പതിവില്ലാത്ത ഒരു കാഴ്ചയായി നിങ്ങൾക്ക് തോന്നിയേക്കാം. നമുക്കറിയാം, നമ്മുടെ ഇരാറ്റുപേട്ട ഗ്രാമപഞ്ചായത്ത് ആയിരുന്ന കാലഘട്ടം മുതൽ ഇവിടെ നാട്ടിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനാവശ്യമായ ഒട്ടേറെ നടപടികൾ അതാത് കാലത്തെ ഭരണസമിതികൾ കൈക്കൊള്ളാറുണ്ട്. അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളെയും മുനിസിപ്പാലിറ്റിയിലെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളും വ്യാപാരി പ്രതിനിധികളെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ചില 10-15 ഇനം നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും അത് ഒരു ഡേറ്റ് വെച്ച് ഒരു തീയതി വെച്ച് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാം. പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ വാർത്ത വരും, ഇന്ന് ഇത്രയും തീയതി മുതൽ ഗതാഗത പരിഷ്കാരങ്ങൾ, ചില റോഡുകൾ വൺവേയാക്കുന്നു, കയറ്റിറക്കിന് പ്രത്യേക സമയം അനുവദിക്കുന്നു, വഴിയോര കച്ചവടങ്ങൾ ഒഴിവാക്കുന്നു. ഇങ്ങനെ നിരന്തരം കുറേ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നടത്തുന്ന ഗതാഗത പരിഷ്കാരങ്ങൾ എനിക്ക് തോന്നുന്നു 1994 മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ശ്രമങ്ങളൊക്കെ താൽക്കാലികമായി അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം ഇരാറ്റുപേട്ടയിലെ ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ TM റഷീദ്, അദ്ദേഹം ഇതുപോലെ തന്നെ ഇതിന് വളരെയേറെ ഒരു പരിശ്രമം നടത്തുകയും ചുരുങ്ങിയ കാലം കൊണ്ട് അത് പരാജയപ്പെടുന്നതായ സാഹചര്യമുണ്ടായി. അന്നൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ കരുതി പോരുന്നത് ഈ ഇരാറ്റുപേട്ടയിൽ നടത്തുന്ന ഗതാഗത പരിഷ്കാരങ്ങൾ അട്ടിമറിക്കുന്നത് ഇവിടുത്തെ വ്യാപാരികളാണ് എന്നുള്ള ഒരു ദുശ്ചിന്ത നാട്ടുകാരുടെ ഇടയിലുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഈ നഗരസഭ ശ്രീ സൂറ അബ്ദുൽ ഖാദറിൻ്റെയും EM ഇല്യാസിൻ്റെ നേതൃത്വത്തിലുള്ള നഗരസഭ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതിന് വ്യത്യസ്തമായി ഒട്ടേറെ ചർച്ചകൾ നടത്തുകയും വ്യാപാരി പ്രതികളെയും രാഷ്ട്രീയ പാർട്ടി പ്രതികളെയും തൊഴിലാളി യൂണിയനിലൊക്കെ ഉൾപ്പെടുത്തി 2-3 വട്ടം ചർച്ച നടത്തി ഒരു നിർദ്ദേശം സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയും ഉണ്ടായി. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി ഒട്ടേറെ നിർദ്ദേശങ്ങൾ, ഒട്ടേറെ പരിഷ്കാരങ്ങൾ ഒറ്റയടിക്ക് ഒരു ദിവസം നടപ്പാക്കുന്നതിന് പകരമായി 1-2 നിർദ്ദേശങ്ങൾ ആദ്യം നടപ്പിലാക്കി അത് മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ വരുംവരായികൾ ചർച്ച ചെയ്യാൻ വേണ്ടി 1 മാസത്തിനകം ഒരു റിവ്യൂ കമ്മിറ്റി ചേർന്നുകൊണ്ട് ആ ട്രാഫിക് ഉപദേശ സമിതിയിലുള്ള ആളുകളെ വിളിച്ചു ചേർത്തിക്കൊണ്ട് അതിൻ്റെ വരുംവരായികൾ, അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വർഷങ്ങളായി നടപ്പാക്കിയ ഈ പരിഷ്കാരങ്ങൾ അട്ടിമറിച്ച വ്യാപാരികൾ അവരുടെ പേരുദോഷം മാറ്റുന്നതിനാണ് ഈ പ്രാവശ്യം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കൂടിയ ട്രാഫിക് കമ്മിറ്റിയിലൊക്കെ വ്യാപാരികളുടെ പ്രതിനിധികൾ, യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രതിനിധികളൊക്കെ പങ്കെടുത്തു, MLA പങ്കെടുത്തു. എല്ലാവിധ തലത്തിലുള്ള സാമൂഹ്യ സാംസ്കാരിക തലത്തിലുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ചിരുത്തി അവർ ഐക്യകണ്ഠ്യേന എടുത്ത തീരുമാനമാണ്. കഴിഞ്ഞ കാലങ്ങളൊക്കെ നമുക്കറിയാം, പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണല്ലോ CPM. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, പക്ഷേ അവർ പോലും കഴിഞ്ഞ കാലങ്ങളിൽ ഈ ട്രാഫിക് നിർദ്ദേശങ്ങൾ എതിർത്തിരുന്നെങ്കിൽ ഈ പ്രാവശ്യം മുഴുവൻ ആളുകളും, മുനിസിപ്പൽ കൗൺസിലർമാർ, രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട പ്രതിനിധികൾ ഈ ഗതാഗത പരിഷ്കാരത്തെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായത്. പക്ഷേ അങ്ങനെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാവുകയും നമ്മുടെ നഗരസഭ സോഷ്യൽ മീഡിയയിൽ അല്ലെ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന പോസ്റ്റുകളിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ഈരാറ്റുപേട്ടയിലും പരിസര പ്രദേശത്തും ഉള്ള ജനങ്ങൾ തന്നെ അതിന് കമന്റ് ഇടുന്നത് വളരെ ഒരു നല്ല തീരുമാനമാണ് നഗരസഭ നടപ്പാക്കിയെന്നാണ്.
നമ്മൾ ആ കമന്റുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 99% ആളുകളും അഭിപ്രായപ്പെടുന്നത് നിലവിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, അതിൽ ഒരു മാറ്റവും വരുത്തരുത് എന്ന് തന്നെയാണ് അവരൊക്കെ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഈ ഗതാഗത പരിഷ്കാരത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം നഗരസഭ എടുത്തത്, അത് ഈരാറ്റുപേട്ടയിലെ ഗതാഗത കുരുക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായ ഒരു കാര്യമാണ് ഈരാറ്റുപേട്ട അഹമ്മദ് കുരുക്കൽ നഗറിലുള്ള ബസ് സ്റ്റോപ്പ്. നമുക്കറിയാം, ഈരാറ്റുപേട്ടയിലെ റോഡുകൾക്ക് നമ്മുടെ വലിയ കോർപ്പറേഷനിലുള്ള പോലെയോ വലിയ ഹൈവേയുടെ അത്രയുള്ള വീതിയൊന്നുമില്ല. 10-15 മീറ്റർ മാത്രമുള്ള ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ സഞ്ചരിക്കേണ്ട റോഡാണ്. നമ്മുടെ പഴയ കാലത്തൊക്കെ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും പണിയുമ്പോൾ പരമാവധി നമ്മുടെ ആളുകൾ ഇറക്കി പണിയാൻ ആഗ്രഹിക്കും, കാരണം നമ്മുടെ കടയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടി. പക്ഷേ നമ്മുടെ നാട്ടിൽ അന്നൊന്നും ഈ കെട്ടിട നിയമങ്ങളൊന്നും അത്രയും ആയില്ലാത്ത കാലഘട്ടത്തിൽ പണിത ബിൽഡിങ്ങുകളാണ്. അപ്പോൾ റോഡിന് വീതി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. വ്യാപാരികളുടെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കി റോഡിന് വീതി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ അത്രയും ചെറിയ റോഡിലൂടെ ഇരുവശങ്ങളിലേക്ക് വാഹനം സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരു വെയിറ്റ് ഷെഡും കൂടെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ വെയിറ്റ് ഷെഡും അവിടെ മുമ്പിലെ ബസ്സുകൾ വന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം, പ്രൈവറ്റ് ബസ്സുകാരുടെ ഒരു സ്വഭാവം പരമാവധി അവർ റോഡിന് നടുക്കായിട്ടായിരിക്കും നിർത്തുന്നത്. ഇടതുവശം ചേർന്ന് പല ആളുകളും നിർത്താറില്ല, അവരെ കുറ്റപ്പെടുത്തുകയല്ല, അതൊരു രീതിയാണ്. അപ്പോൾ ആ പുളിക്കൻ ഷോപ്പിംഗ് മാളിന്റെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പ് റോഡിന് നടുക്ക് നിർത്തുന്നു. പുറകിൽ ഒരു വാഹനം വരുമ്പോൾ അതിന് കടന്നു പോകാൻ കഴിയാതെ അവിടെ നിന്ന് ഹോണടിക്കുന്നു. ആ ബസ് അവിടെ നിന്നുള്ള യാത്രക്കാരെ കയറ്റി അവിടെ നിന്ന് പുറപ്പെടുന്ന സമയം വരെ അവിടെ ഗതാഗത കുരുക്ക, സെൻട്രൽ ജംഗ്ഷൻ വരെയും വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. അതിനൊരു പരിഹാരം കാണണമെങ്കിൽ ആ ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് അടിയന്തരമായി മാറ്റേണ്ടത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതോടൊപ്പം ഇപ്പോൾ നമുക്കറിയാം, പുളിക്കൻ ഷോപ്പിംഗ് മാളിലുള്ള കുറേ വ്യാപാരികളാണ് ഈ ബസ് സ്റ്റോപ്പ് നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുൻപോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് മാറ്റിയാലാണ് നിങ്ങൾക്കും അവിടെ സുഗമമായി നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വാഹനവുമായി കടന്നു വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം പഴയ രീതിയിൽ അവിടെ ബസ് നിർത്തി കഴിയുമ്പോൾ 1-2 നമുക്കറിയാം, പൂഞ്ഞാർ ഭാഗത്തേക്കും തീക്കോയ് ഭാഗത്തേക്കും ഉള്ള ബസ്സുകൾ ഒരേ സമയം കടന്നു വരുന്നു. തൊടുപുഴയിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വരുന്ന ബസ്സുകൾ അവിടെ യാത്രക്കാർ ഇറങ്ങാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ പുളിക്കൻ ഷോപ്പിംഗ് മാളിലേക്കുള്ള ആ എൻട്രൻസ് ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. ആ പുളിക്കൽ ഷോപ്പിംഗ് മാളിലേക്ക് ചെരുപ്പ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ മറ്റു സാധനം വാങ്ങിക്കാൻ വാഹനത്തിൽ വരുന്നവർക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയാതെ അവിടെ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ അവർക്ക് സുഗമമായി ഇപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവിടെ അധിക സമയം ബസ് പാർക്ക് ചെയ്യാത്തത് കൊണ്ട് ആ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് സുഗമമായി ഉപഭോക്താക്കൾക്ക് കടന്നു വരാനുള്ള സാഹചര്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഗതാഗത പരിഷ്കാരങ്ങൾ തുടങ്ങിയ പിറ്റേ ദിവസം തന്നെ അതിൻ്റെ വരുംവരായങ്ങൾ ബോധ്യപ്പെടുത്താതെ പിറ്റേ ദിവസം തന്നെ അതിൻ്റെ എതിർപ്പുമായി ആളുകൾ കടന്നു വന്നതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു ദുഃഖം. നഗരസഭ തന്നെ വ്യക്തമാക്കിയിരുന്നു, റിവ്യൂ ഉണ്ട്, ഇത് പുനഃപരിശോധിക്കും എന്ന് പറഞ്ഞിട്ട് പോലും ഗതാഗത പരിഷ്കാരം നടപ്പാക്കി പിറ്റേ ദിവസം തന്നെ അതിന് എതിർപ്പുമായി ചില ആളുകൾ രംഗത്ത് വരുന്നു. അപ്പോൾ ആ വ്യാപാരികളുടെ മാത്രമല്ല, ഈ മേഖലയിലുള്ള വ്യാപാരികൾക്കും വ്യക്തവും ശക്തവുമായ ഒരു അഭിപ്രായമുണ്ട്. അത് ഈ നഗരസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈരാറ്റുപേട്ടയിലെയും പരിസര പ്രദേശത്തെയും ജനങ്ങളുടെ ക്ഷേമത്തിനും ലക്ഷ്യമാക്കി നടപ്പാക്കിയ ഈ ഗതാഗത പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐക്യദാർഢ്യ പ്രകടനവും സമ്മേളനവുമായിട്ട് ഞങ്ങൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ വ്യാപാരികളാണ് ഭൂരിപക്ഷവും ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ മാത്രം ഒരാവശ്യമായി ആരും കണക്കാക്കരുത്. ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരുടെയും നമ്മുടെ നാടിൻ്റെ ഭാവിയിലേക്കുള്ള പുരോഗതിക്കും ഇത്തരം പരിഷ്കാരങ്ങളൊക്കെ അനിവാര്യമാണ്. അതിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്നവരെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ ദീർഘമായ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ നമ്മുടെ മുഖ്യപ്രാസംഗികരായിട്ട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ, പഴയ കാലത്ത് ഏറ്റവും വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്. ഒട്ടേറെ കേസുകളും പരാതികളും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഈരാറ്റുപേട്ടയിൽ സ്ഥാപിക്കപ്പെട്ട ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ ഇന്ന് അല്പം ശോചനീയമാണ്. കാലാകാലങ്ങളിൽ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യാത്തത് കൊണ്ടാണ് അത് ഈ നിലയിലെത്തിയത്. അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ മുകളിൽ ഒരു റൂഫ് സംവിധാനം ചെയ്തിരുന്നെങ്കിൽ അത് നനയാതെ നമുക്ക് സംരക്ഷിക്കാമായിരുന്നു. നമുക്കറിയാം, അന്നത്തെ കാലത്ത് കോടികൾ മുടക്കി പണിത ഒരു ബസ് സ്റ്റാൻഡാണ്. ഇനിയും ദീർഘകാലം അത് അവിടെ നിലനിൽക്കാൻ അതിന് ശേഷിയുണ്ട്.
അവർ അതിന്റെ പില്ലറുകളൊക്കെ പരിശോധിച്ചാൽ ഏറ്റവും വലിയ പില്ലറുകളാണ്. 14 mm കമ്പി ഇട്ട് 5 നില വരെ പണിയാനുള്ള ഫൗണ്ടേഷൻ അതിലുണ്ട്. 32 mm കമ്പിയിട്ട് ഈ മേഖലയിൽ തന്നെ ഏറ്റവും വലിയ പില്ലറുകൾ നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആണ്. പക്ഷേ സോഷ്യൽ മീഡിയയിലും ചാനലിലും ഒക്കെ ഈ ബസ് സ്റ്റാൻഡ് അപകടാവസ്ഥയിലാണ്, അത് ഇടിഞ്ഞു വീഴും എന്നുള്ള തെറ്റായ ഒരു പ്രചരണം കാലാകാലങ്ങൾ നടത്തിയത് കൊണ്ട് ഇന്ന് യാത്രക്കാർ പോലും കയറാതെ അവിടുത്തെ വ്യാപാരികൾ വളരെ ദുരിതത്തിലാണ്. ഞങ്ങൾക്കൊക്കെ വാടക അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം, പലരും കട നിർത്തിപ്പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓണർഷിപ്പിലുള്ള ഒരു കെട്ടിടവും സ്ഥലവും എന്ന നിലയിൽ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും കൂടി മുനിസിപ്പാലിറ്റി നടപ്പാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആളുകളൊന്നും വരുന്നില്ല. അതിന്റെ കാരണം ഈ പ്രചരണം. അതോടൊപ്പം അവിടുത്തെ ടോയ്ലറ്റ് സംവിധാനം കുറച്ചുകൂടി ആധുനികവൽക്കരിക്കണം. ഒരു പ്രിയപ്പെട്ട അന്തരിച്ച നിസാർ കുർബാനി ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ടോയ്ലറ്റ് കുറച്ച് മെയിൻ്റനൻസ് ചെയ്തിരുന്നെങ്കിലും പക്ഷെ പിന്നീട് വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് മാറി. നമുക്കറിയാം ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു പാറ പൊട്ടിച്ച് ഉണ്ടാക്കിയ ഒരു സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ എന്നും ഉറവയുണ്ട്. ഉറവ സ്ഥിരമായി ഉള്ളത് കൊണ്ട് അതിന്റെ സേഫ്റ്റി ടാങ്കിൽ നിന്നുള്ള മാലിന്യങ്ങൾ അവിടെ ഭൂമിയിലേക്ക് വലിഞ്ഞു പോകാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു സേഫ്റ്റി ടാങ്കിന്റെ പ്രശ്നം വരുന്നത്. കൂടാതെ മാർക്കറ്റിൽ നിന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് പലപ്പോഴും നമ്മുടെ ടോയ്ലറ്റ് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതിനൊക്കെ മുനിസിപ്പൽ കമ്മിറ്റി ഇടപെട്ട് അതും കൂടി പരിഹരിക്കണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ഓർമ്മയിൽ ഈരാറ്റുപേട്ടയിൽ ട്രാഫിക് കമ്മിറ്റി, ഞാൻ പങ്കെടുത്ത കമ്മിറ്റി ഏതാണ്ട് 10-30 മുകളിൽ ട്രാഫിക് കമ്മിറ്റികൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ ട്രാഫിക് കമ്മിറ്റികളിലൊക്കെ ഈരാറ്റുപേട്ടയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും RTO ബോർഡിലെ ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഒരുപാട് യോഗങ്ങൾ നടത്തി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ആ തീരുമാനങ്ങളൊന്നും നടപ്പിൽ വരുത്തുവാൻ കഴിഞ്ഞകാല ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വേദനയോടുകൂടി ദുഃഖത്തോടുകൂടി അല്ലാതെ ഓർക്കുവാൻ കഴിയില്ല. നല്ല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ 1-2 അല്ലെങ്കിൽ ഒരാഴ്ചയോ 15 ദിവസത്തിൽ കൂടുതൽ നടപ്പിലാക്കുവാൻ കഴിയാതെ ആ തീരുമാനങ്ങളൊക്കെ ആരുടെയൊക്കെ ബാഹ്യ ഇടപെടൽ മൂലം ആരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യം മൂലം മാറ്റിമറിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഏതായാലും അവസാനമായി കൂടിയ ട്രാഫിക് കമ്മിറ്റിയിൽ ഞാൻ പങ്കെടുത്തതാണ്. ഈരാറ്റുപേട്ടയിലെ വ്യാപാരി വ്യവസായി സമൂഹത്തിന്റെ പ്രതിനിധി അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളടക്കം ഈ പറയുന്ന പോലെ RTO ബോർഡിന്റെയും പോലീസിന്റെയും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും KSRTCയുടെയും ബസ് മാനേജ്മെന്റും ഒക്കെ പങ്കെടുത്ത ആ യോഗത്തിൽ വെച്ചാണ് അവസാനമായി MLA അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത്. ഈരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷനിൽ അനുഭവപ്പെടുന്ന വമ്പിച്ച ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമുണ്ടാകണമെങ്കിൽ ഈ പുളിക്കൽ മാലിന്യം പോലുള്ള ആ സ്റ്റോപ്പും എടുത്തു മാറ്റി കളയണമെന്നും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്നും അന്ന് ഐക്യകണ്ഠൻ തീരുമാനിച്ചപ്പോൾ ഒരാൾ പോലും അത് എതിർത്തില്ല. 100% അവർക്ക് അനുകൂലമായി മുനിസിപ്പൽ കമ്മിറ്റി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കുവാൻ ഞങ്ങൾ ഒന്നടങ്കം ഉണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ കമ്മിറ്റി അവിടെ പിരിഞ്ഞു പോയത്. എല്ലാവരും ചെയർപേഴ്സൺ അടക്കം MLA അടക്കമുള്ള ആ തീരുമാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അത് നടപ്പിലാക്കാൻ 15 ദിവസത്തോളം ട്രയൽ റൺ നടത്തി അത് പരിശോധിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്തു. എന്നിരുന്നാൽ 15 ദിവസം കഴിഞ്ഞ് അത് സ്ഥിരമായി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ചില എതിർപ്പുകളുമായി ചിലർ മുന്നോട്ട് വരുന്നത്. എന്തിന്റെ പേരിൽ അവർ മുന്നോട്ട് വരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വ്യാപാരം കുറഞ്ഞിട്ടില്ല, വ്യവസായം കുറഞ്ഞിട്ടില്ല. പക്ഷേ ചിലരുടെ താല്പര്യം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ എന്നും ഗതാഗതക്കുരുക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കണമെന്ന് മാത്രമാണ് ഇത്തരക്കാരുടെ ആവശ്യം. ചിലർ പറയുന്നത് പള്ളി പരിപാലന സമിതിയുടെ ഭാരവാഹിയായ എന്നെ യോഗത്തിൽ വിളിച്ചില്ല എന്നൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ തീരുമാനങ്ങൾക്ക് വിരുദ്ധമാകുന്നത്. ഒരു മുനിസിപ്പാലിറ്റിയിലും ഒരു പഞ്ചായത്തിലും ആ പ്രദേശത്തിന്റെ വികസനത്തിന് ട്രാഫിക് സംവിധാനം നടപ്പിൽ വരുത്തുമ്പോൾ പള്ളി പരിപാലന സമിതിയുടെ അംഗങ്ങളെ വിളിച്ചുകൂട്ടി ഇത് തീരുമാനിക്കുന്ന സംവിധാനം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിടത്തുമുള്ളതായി മനസ്സിലാക്കുന്നില്ല. ഒരു പള്ളി ഭാരവാഹിയെ മാത്രം വിളിച്ചാൽ പോരാ. ഈരാറ്റുപേട്ടയിൽ ഒരുപാട് പള്ളികളുണ്ട്, അമ്പലങ്ങളുണ്ട്, ചർച്ചകളുണ്ട്. ഇവരൊക്കെ വിളിക്കേണ്ടതല്ലേ? പക്ഷേ ഒരു പള്ളി ഭാരവാഹിയെ വിളിച്ചില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ്. ഞങ്ങളെ വിളിച്ചില്ല, പള്ളിയിലേക്ക് വരുന്ന ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ എണ്ണം കുറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്. ഏത് പ്രദേശത്താണെങ്കിലും വിശ്വാസികൾ അവരുടെ പള്ളികളും അമ്പലങ്ങളും ചർച്ചുകളും തേടി പോകുമ്പോൾ അവിടെ ബസ് സ്റ്റോപ്പില്ലെങ്കിലും
വിശ്വാസമുണ്ടെങ്കിൽ അവർ പള്ളികളിലേക്ക് പോകുമെന്ന് തിരിച്ചറിയുവാനുള്ള ബുദ്ധി പോലും ഇല്ലാത്തവരാണ് ഇത്തരം പ്രതികരണങ്ങൾ കടക്കുന്നത്. ഒരുപാട് പ്രദേശങ്ങളിൽ, ഒരുപാട് മുനിസിപ്പാലിറ്റികളിൽ, ഒരുപാട് പഞ്ചായത്തുകളിൽ ട്രാഫിക് പരിഷ്കാരങ്ങളും സംവിധാനങ്ങളും നടപ്പിലാക്കുന്നുണ്ട്. തൊട്ടടുത്ത പ്രദേശത്തേക്ക് നമ്മൾ നീളണം പാലാ മുനിസിപ്പാലിറ്റിയിൽ ട്രാഫിക് സംവിധാനം നടപ്പിലാക്കുമ്പോൾ പാലാ ടൗൺ ബസ് സ്റ്റാൻഡ് പോലും ഒഴിവാക്കിക്കൊണ്ടാണ് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ബസ്സുകൾ മുമ്പോട്ട് പാലാ ടൗൺ പാർക്കിംഗ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിൽ നൂറുകണക്കിന് കടകളും നൂറുകണക്കിന് യാത്രക്കാർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രദേശത്തിന്റെ ട്രാഫിക് സംവിധാനം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് പാലാ മുനിസിപ്പാലിറ്റി അത്തരമൊരു ട്രാഫിക് പരിഷ്കരണം നടപ്പിൽ വരുത്തിയത്. പക്ഷേ പാലാ നഗരസഭയിൽ ആ തീരുമാനം നടപ്പിലാക്കുമ്പോൾ ഒരാൾ പോലും അതിൽ എതിർത്ത് കണ്ടില്ല. അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പാലാ നഗരസഭയുടെ പാലാ പട്ടണത്തിന്റെ വികസനത്തിന് വേണ്ടി ഭരണസമിതിയോടൊപ്പം നിന്നുകൊണ്ട് ആ തീരുമാനങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. നാം തൊടുപുഴ മുനിസിപ്പാലിറ്റി കടന്നു ചെല്ലുക. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഈരാറ്റുപേട്ടയിൽ നിന്നും പോകുന്ന ബസ്സുകൾ നിർത്തുന്നത് ഇവിടെ മോർ ജംഗ്ഷനിലാണ്. അവിടെ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്ററുമുണ്ട് തൊടുപുഴ ടൗണിലേക്ക് പോകുവാൻ. തൊടുപുഴ ടൗണിലേക്ക് പോകേണ്ട യാത്രക്കാർ, ഈരാറ്റുപേട്ടയിൽ നടക്കുമ്പോഴുള്ള യാത്രക്കാർ മോർ ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷ വിളിക്കണം, അല്ലെങ്കിൽ നടന്നു പോകണം. അവിടെയും ആ മോർ ജംഗ്ഷനിൽ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. അത് ടൗണിലേക്ക് അവർ പോകുന്നില്ല. അവിടെയും ആയിരക്കണക്കിന് വ്യാപാരികൾ തൊടുപുഴ ടൗണിലുണ്ട്. പക്ഷേ ആ സംവിധാനം നടപ്പിലാക്കിയപ്പോൾ തൊടുപുഴയിലെ വ്യാപാരികളോ തൊടുപുഴയിലെ വ്യവസായികളോ തൊടുപുഴയിലെ നാട്ടുകാരോ ഒന്നും പ്രശ്നമുണ്ടാക്കിയില്ല. കാരണം എന്നും നിരന്തരമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഗതാഗത തടസ്സമുണ്ടായിരുന്നു തൊടുപുഴ ടൗണിൽ. ആ തൊടുപുഴ സെൻട്രൽ ജംഗ്ഷനിലെ ബസ് സ്റ്റാൻഡ് മാറ്റിയതിനു ശേഷവും അവിടെ ഒട്ടനവധി ട്രാഫിക് ബുദ്ധിമുട്ടുകൾ, ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കുവാൻ അവിടുത്തെ വ്യാപാരികൾക്ക് താല്പര്യമുണ്ടായിരുന്നു, അവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു, അവിടുത്തെ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ തൊടുപുഴ നഗരസഭ എടുത്ത തീരുമാനത്തിന് എല്ലാവരും ഐക്യകണ്ഠേന അംഗീകരിച്ചപ്പോ അവിടെയും ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി. അങ്ങനെ ഈരാറ്റുപേട്ടയിലേക്ക് മാത്രം വരുമ്പോഴാണ്, ഈരാറ്റുപേട്ടയിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് മുനിസിപ്പാലിറ്റി എടുക്കുന്ന നല്ല തീരുമാനങ്ങളെ അംഗീകരിക്കാതെ മാറി നിൽക്കുന്നത്. രാഷ്ട്രീയമായി ഒരുപാട് അഭിപ്രായ വ്യത്യാസം എനിക്കുമുണ്ട്. ഞാനും ഈ ഭരണകക്ഷി അംഗീകരിക്കുന്നില്ലെങ്കിൽ തന്നെയും നാടിന്റെ വികസനങ്ങൾ, നാടിന്റെ സമഗ്രമായ പുരോഗതിക്ക് ഉതകുന്ന എന്ത് കാര്യങ്ങൾ തീരുമാനിച്ചാലും അതിൽ പിന്തുണ കൊടുക്കുക എന്നുള്ള ഒരു ബാധ്യതയുടെ പേരിലാണ് ഇന്ന് വ്യാപാരി വ്യവസായികൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെയും PMC ജംഗ്ഷൻ വരെയുള്ള വ്യാപാരികൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ നിവേദന സമർപ്പണത്തിനും ഈ ട്രാഫിക് സംവിധാനം അട്ടിമറിക്കുവാനുള്ള ചിലരുടെ താല്പര്യങ്ങൾക്കെതിരെയുള്ള ഈ സംഗമത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാഹി തേവൽവാറ കൂടുതൽ സവിസ്തരം ഇക്കാര്യത്തിൽ പ്രതിപാദിക്കുമെന്നുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളെ കൊണ്ടും ഞാൻ കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട ഭരണസമിതിയോട് എനിക്ക് വിനീതമായി പ്രവർത്തിക്കുവാനുള്ളത് ഇനിയും കൂടുതൽ ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തിക്കൊണ്ട് ഈരാറ്റുപേട്ടയുടെ മുഖം തന്നെ മാറ്റണം. ഈരാറ്റുപേട്ടയിൽ ആർക്കും കടന്നു വന്നാൽ സ്വസ്ഥമായി യാത്ര ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കണം. ഈ കഴിഞ്ഞ ദിവസം പൂഞ്ഞാറിനും തീക്കോയിൽ നിന്നും വന്ന 1-2 ചേച്ചിമാർ അവർ പറഞ്ഞത് ഈരാറ്റുപേട്ടയിലേക്ക് വാഹനവുമായി വന്നിട്ട് മാസങ്ങളായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരുപാട് നാൾ കൂടി ഒരു കാറുമായി കടന്നു വരുന്നത്. ഇത്ര സുഖകരമായി യാത്ര ചെയ്യുന്ന ഒരവസ്ഥ ഇതിനു മുന്നിൽ ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിട്ടില്ല. യാതൊരു ട്രാഫിക് ബ്ലോക്കുമില്ലാതെ, യാതൊരു തടസ്സവുമില്ലാതെ സ്വസ്ഥമായി വാഹനം ഓടിച്ചു കൊണ്ടുപോകുവാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയിലേക്ക് ഈരാറ്റുപേട്ട മാറിയിട്ടുണ്ട്. തീക്കോയിൽ നിന്നും പൂഞ്ഞാറിൽ നിന്നും തലനാട് നിന്നും അടുക്കത്തു നിന്നും ഒക്കെ വരുന്ന യാത്രക്കാർ അവർ പറയുന്നത് ഈ സംവിധാനം നിലനിർത്തണം. ഞങ്ങൾക്ക് സ്വസ്ഥമായി കടകളിൽ കയറുവാൻ, ഞങ്ങൾക്ക് കച്ചവട സ്ഥാപനങ്ങളിൽ കയറി സാധനങ്ങൾ വാങ്ങുവാൻ, അതെവിടെയാണെങ്കിലും പൊലിക്കൽ മാളാണെങ്കിലും ഇപ്പുറത്ത് തട്ടാമ്പറമ്പ് ബിൽഡിംഗ് ആണെങ്കിലും അതിനിപ്പുറത്തുള്ള മറ്റൊക്കെ ബിൽഡിംഗ് ആണെങ്കിലും അവിടെയൊക്കെ സ്വസ്ഥമായി കടന്നു ചെല്ലുവാൻ വാഹനങ്ങളുടെ തടസ്സമില്ലാതെ, മറ്റ് തടസ്സങ്ങളൊന്നും കൂടാതെ, വാഹനങ്ങൾ തട്ടുമെന്ന് പേടിക്കാതെ കടന്നു ചെല്ലുവാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് ഈരാറ്റുപേട്ട മാറിയിട്ടുണ്ട്. ആ മാറ്റം നിലനിർത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ കാര്യങ്ങൾ തീരുമാനമെടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ ഭരണസമിതിക്കും അത് നേതൃത്വം കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും RDO ഉദ്യോഗസ്ഥർക്കും KSRTC ജീവനക്കാർക്കും അതിലെ ഉദ്യോഗസ്ഥർക്കും ഒക്കെ 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സംഗമം ഉദ്ഘാടനം ചെയ്തു നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട റഫീഖ് പട്ടരുപറമ്പിൽ, ബഷീർ സാഹിബ് അടക്കമുള്ള പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറേ നാളുകളായി ഈരാറ്റുപേട്ടയിലെ സോഷ്യൽ മീഡിയയിലും ഈരാറ്റുപേട്ടയിലെ വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വിഷയം ഈരാറ്റുപേട്ടയിലെ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, ഈരാറ്റുപേട്ടയിൽ ഗതാഗത കുരുക്കില്ലാത്ത ഒരു ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കണമെന്ന
ജനങ്ങളുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത്. ഈരാറ്റുപേട്ടയിലെ എല്ലാ വർഷവും ഒരു ചടങ്ങ് പോലെ കൂടുന്ന ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ ഈരാറ്റുപേട്ടയിലെ ട്രാഫിക് നവീകരണവുമായി ബന്ധപ്പെട്ട് ധാരാളം നിർദ്ദേശങ്ങൾ ഈരാറ്റുപേട്ടയിലെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നും ഈരാറ്റുപേട്ടയിലെ വ്യാപാരി സംഘടനാ പ്രതിനിധികളിൽ നിന്നുമൊക്കെ ഉയർന്നു വരാറുണ്ട്. ആ ഉയർന്നു വരുമ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്ന രണ്ട് ആക്ഷേപങ്ങൾ ഈരാറ്റുപേട്ട ടൗണിലെ പ്രൈവറ്റ് ബസ്സുകളുടെ അനധികൃത സ്റ്റോപ്പും ഈരാറ്റുപേട്ടയിലെ ഓട്ടോറിക്ഷകളുടെ അനധികൃതമായ കറക്കവുമാണ് ഈരാറ്റുപേട്ടയിൽ ഗതാഗതക്കുറിപ്പുണ്ടാകുന്നതിന് കാരണമെന്നാണ് ഈരാറ്റുപേട്ടയിലെ പൊതുവായ ഒരു സംസാരം നമ്മളെ ബോധിപ്പിക്കുന്നത്. എന്നാൽ ഈ നഗരസഭ അധികാരമേറ്റ് 1-2 വർഷങ്ങൾക്ക് ശേഷം ഒരു ട്രാഫിക് കമ്മിറ്റി വിപുലമായി വിളിച്ചു കൂട്ടുകയും ആ ട്രാഫിക് കമ്മിറ്റിയിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും, ഞാൻ മനസ്സിലാക്കുന്നതിൽ പങ്കെടുത്ത പൊളിറ്റിക്കൽ പാർട്ടികളിൽ ബഹുഭൂരിപക്ഷം പൊളിറ്റിക്കൽ പാർട്ടികളും ഈരാറ്റുപേട്ട ടൗണിലെ നെയ്നാർപള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബസ് സ്റ്റോപ്പ് എടുത്തു മാറ്റണമെന്നും അതോടൊപ്പം ഓട്ടോറിക്ഷകളുടെ കറക്കം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ഈരാറ്റുപേട്ട നഗരസഭ ആർജവത്തോടുകൂടി അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഇതിൽ നിന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഈരാറ്റുപേട്ടയിൽ ഗതാഗതക്കുരുക്കിന് ഏറ്റവും കാരണമായി നമ്മൾ കണ്ടിരുന്ന ഒരു വിഭാഗം ഈരാറ്റുപേട്ടയിലെ കറങ്ങുന്ന ഓട്ടോറിക്ഷകളാണ് പ്രശ്നമെന്ന് ഈരാറ്റുപേട്ടയിലെ ഒരു പൊതുബോധം നമ്മൾ വരുത്തി വെച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഈരാറ്റുപേട്ടയിലെ ഓട്ടോറിക്ഷകൾക്ക് അനുയോജ്യമായ ഒരു കളം നൽകുവാൻ മാറി മാറി വന്ന ഈരാറ്റുപേട്ടയിലെ നഗരസഭയിലെയോ ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോ ആ പഞ്ചായത്തിലെയോ അധികാരികൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാഞ്ഞിരപ്പള്ളി കവലയിൽ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അനുവദിക്കുകയും എന്നാൽ ഒരു മണിക്കൂറിൽ 1-2 തവണ മാത്രം വരുന്ന KSRTC ബസ്സുകളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അവിടെ ഉപജീവനം നടത്തുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മുഴുവൻ പ്രൈവറ്റ് ബസ്സുകളും പാലാ മേഖലയിൽ നിന്ന് വരുന്ന, തൊടുപുഴ മേഖലയിൽ നിന്ന് വരുന്ന, കാഞ്ഞിരപ്പള്ളി മേഖലയിൽ നിന്ന് വരുന്ന പ്രൈവറ്റ് ബസ്സുകളിൽ 90% പ്രൈവറ്റ് ബസ്സുകളും നഗരത്തിൽ ഏറ്റവും ഗതാഗതക്കുറിപ്പുള്ള നെയ്നാർ ജുമാ മസ്ജിദിന് ഓപ്പോസിറ്റുള്ള പുളിക്കൻസിനോട് ചേർന്ന നഗര മധ്യത്തിൽ പാർക്ക് ചെയ്യുകയും അവിടെ മിനിറ്റുകളോളം 10-15 മിനിറ്റുകളൊക്കെ പാർക്ക് ചെയ്യുകയും അതിന്റെ പിന്നാലെ ഓട്ടോറിക്ഷകൾ കൂട്ടം കൂട്ടമായെത്തി വലിയ ഗതാഗതക്കുരുക്ക് അവിടെ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു നഗരത്തിൽ മുമ്പ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഈരാറ്റുപേട്ട നഗരസഭ ഭരണസമിതി വളരെ ആർജവത്തോടുകൂടി അവിടെ ഒരു തീരുമാനമെടുക്കുകയും തൊടുപുഴയിൽ നിന്ന് വരുന്ന ബസ്സുകൾ മുട്ടം ജംഗ്ഷനിൽ ആളെ ഇറക്കി പിന്നീട് ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് വരികയും കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്ന ബസ്സുകൾ സിറ്റി സെന്ററിന് മുമ്പിൽ കാഞ്ഞിരപ്പള്ളി ജംഗ്ഷനിൽ ആളെ ഇറക്കിക്കൊണ്ട് കാഞ്ഞിരപ്പള്ളി കവലയിൽ ബസ് സ്റ്റാൻഡിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചപ്പോ ഗതാഗതക്കുരുക്ക് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പ്രധാനമായും അതിൽ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നേരത്തെ ബഹുമാനായ മിയാ സാഹിബ് സൂചിപ്പിച്ചതുപോലെ അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം പ്രൈവറ്റ് ബസ്സുകൾ ടൗണിൽ പാർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പാലായിൽ നിന്ന് വരുന്ന ബസ്സുകൾ ആളെ ഇറക്കി അവിടെ നിന്നും മുമ്പോട്ട് പോകുമ്പോൾ അവിടെ സുഗമമായി അവിടുത്തെ ട്രാഫിക് രംഗം മുമ്പോട്ട് പോകുന്നു. ഓട്ടോറിക്ഷകൾ കാഞ്ഞിരപ്പള്ളി ബസ്സും മുട്ടൻ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പും പ്രാവർത്തികമായതോടുകൂടി ഓട്ടോറിക്ഷകളുടെ കറക്കം അവസാനിപ്പിച്ചുകൊണ്ട് മാന്യമായ രീതിയിൽ അവർക്ക് ഉപജീവനം നടത്തുവാൻ ആവശ്യമായ ഒരു സംവിധാനം അവിടെയും രൂപപ്പെട്ടതോടുകൂടി ഓട്ടോറിക്ഷകളുടെ പൂർണ്ണമായ കറക്കം അവിടെ അവസാനിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ സുഗമമായി നമുക്ക് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണിത്. സോഷ്യൽ മീഡിയ എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ സോഷ്യൽ മീഡിയ ചർച്ചയിൽ പങ്കെടുക്കുന്ന 10,000 ആളുകളിൽ 9,998 ആളുകളും ഈ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കണം, അല്ലെങ്കിൽ ഈ ട്രാഫിക് പരിഷ്കരണം ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ നടപ്പാക്കണം, ഏറ്റവും സുഗമമായ ഗതാഗത പരിഷ്കരണത്തിന് നേതൃത്വം നൽകുന്ന ഈ ഭരണസമിതി ഇതിൽ നിന്നും 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ ആളുകളും രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഈരാറ്റുപേട്ട നഗരസഭ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അത് UDF നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് നഗരസഭ ഭരിക്കുന്നത്. അവർ ഭരിക്കുന്ന ഏതൊരു തീരുമാനമെടുക്കുമ്പോഴും സ്വാഭാവികമായി എതിർചേരിയിൽ നിന്നും ഒരു ആക്ഷേപം ഉയർന്നു വരേണ്ടതാണ്. സ്വാഭാവികമായി ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷത്തിൽ നിന്നും ഒരു ആക്ഷേപം ഉയർന്നു വരും ഏത് പദ്ധതി നടപ്പാക്കിയാലും. പക്ഷെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും ഈ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഈ ട്രാഫിക് പരിഷ്കരണം അനുചിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഈ ട്രാഫിക് പരിഷ്കരണം അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭയിലെ ഒരൊറ്റ ജനപ്രതിനിധികളോ ഒരൊറ്റ പാർലമെന്ററി പാർട്ടി ലീഡർമാരോ മുമ്പോട്ട് വരാൻ കഴിയാത്ത രീതിയിൽ സുഗമമായ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കുമ്പോൾ ചില കോണുകളിൽ നിന്നും വരുന്ന എതിർപ്പുകളെ പാടെ അവഗണിക്കാൻ ഈരാറ്റുപേട്ടയിലെ നഗരസഭ ഭരണസമിതി തീരുമാനിക്കേണ്ടതുണ്ട്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈരാറ്റുപേട്ടയിലെ നെയ്നാർ ജുമാ മസ്ജിദിലേക്ക് വരുന്ന ആളുകൾ ആരാധനയ്ക്ക് വരുന്നതിന് പോലും
ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് എടുത്തു മാറ്റിയത് തടസ്സമാകുമെന്ന് റഫീഖ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ തടസ്സമാകുമെന്ന പ്രസ്താവനകളാണ് മുമ്പോട്ട് വരുന്നത്. മദീന കോംപ്ലക്സിലെ കച്ചവടക്കാരെ ഇത് ബാധിക്കുമെന്ന് പറഞ്ഞാൽ മുമ്പോട്ട് വരുന്നത്. ഇതേ മദീന കോംപ്ലക്സിന്റെ ഉടമസ്ഥാവകാശമുള്ള ആളുകളുടെ ബസ് സ്റ്റോപ്പ് ആളുകളുടെ കെട്ടിടങ്ങളാണ് കാഞ്ഞിരപ്പള്ളി ജംഗ്ഷനിലുമുള്ളത്. ആ കാഞ്ഞിരപ്പള്ളി ജംഗ്ഷനിലും ഇതേ മദീന കോംപ്ലക്സ് ഏതൊരു സംവിധാനത്തിന്റെ ഉടമസ്ഥതയിലാണോ ആ ഉടമസ്ഥതയിൽ തന്നെയാണ് കാഞ്ഞിരപ്പള്ളി കവലയിലെ ക്യാമ്പസ് മാൻസി ഉൾപ്പെടെ തൊട്ടപ്പുറത്തെ ബാർബർ ഷോപ്പുകൾ ഉൾപ്പെടെ തൊട്ടപ്പുറത്ത് ലേഡി സ്റ്റോറുകളും ബേക്കറിയും കൂൾ ബാറുകളും ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും ഈ ഉടമസ്ഥാവകാശത്തിൽ തന്നെ വരുമ്പോ ഒരു വിഭാഗത്തിലെ വ്യാപാരികളെ വിഭജിച്ചുകൊണ്ട് വ്യാപാരികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കിക്കൊണ്ട് വ്യാപാരികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് ഈ ട്രാഫിക് പരിഷ്കരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ ഈരാറ്റുപേട്ടയിലെ നഗരസഭ അതിജീവിക്കാൻ ഈരാറ്റുപേട്ടയിലെ നഗരസഭയ്ക്ക് കഴിയണം. ഞാൻ സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല. ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നഗരസഭ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോ ബഹുമാന്യനായ മുൻ നഗരസഭാ ചെയർമാൻ ടി.എം. റഷീദ് നടപ്പാക്കിയ ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികളോട് ചേർന്ന് നിൽക്കുന്ന ഈരാറ്റുപേട്ടയിലെ ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈരാറ്റുപേട്ടയിലെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കച്ചവടത്തെ ബാധിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. ഈ ധർണ ഇവിടെ തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഈ ധർണ ആരംഭിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് മുട്ടൻ ജംഗ്ഷനിലെ ഒരു വ്യാപാരി വന്ന് പറഞ്ഞത് ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശേഖരിച്ചതിന്റെ ഇരട്ടിയിലധികം ഒപ്പുകൾ വേണമെങ്കിൽ ഈ ട്രാഫിക് സിസ്റ്റം ഇതേപോലെ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പ് ശേഖരിച്ച് നിങ്ങൾക്ക് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ മുട്ടൻ ജംഗ്ഷനിലെ വ്യാപാരികളെ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. കാഞ്ഞിരപ്പള്ളി കവലയിലെ വ്യാപാരികളെ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. കടുവാമണിയിലെ വ്യാപാരികളെ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ടൗണിലെ വ്യാപാരികളെ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ വ്യാപാരികളെയും നമ്മൾ കേൾക്കേണ്ടതുണ്ട്. ഈ വ്യാപാരികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ചിത്രശക്തികളെ തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ദീർഘമായ പ്രഭാഷണത്തിലേക്ക് പോകുന്നതിന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് പറയുന്നത് ഞങ്ങൾ ഒപ്പ് ശേഖരിക്കുമെന്ന സോഷ്യൽ മീഡിയയിലെ ഒരു ചർച്ചയിൽ വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾ 1000 ഒപ്പുകൾ ഇതിന് എതിരെ ശേഖരിച്ചാൽ പ്രൈവറ്റ് ബസ് സ്റ്റോപ്പ് അവിടെ പുനഃസ്ഥാപിക്കണമെന്ന് പഴയ ക്രമം തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1000 ഒപ്പുകൾ നിങ്ങൾ ശേഖരിച്ചാൽ 2000 ഒപ്പുകൾ ആ ബസ് സ്റ്റോപ്പ് അവിടെ പുനഃസ്ഥാപിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ശേഖരിക്കും. നിങ്ങൾ 100 ആളുകളെ അണിനിർത്തിക്കൊണ്ടാണ് ഇവിടെ ആ ബസ് സ്റ്റോപ്പ് അവിടെ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നതെങ്കിൽ 1000 ആളുകളെ അണിനിർത്തിക്കൊണ്ട് ഈരാറ്റുപേട്ടയിലെ പൊതുസമൂഹത്തെ രാഷ്ട്രീയത്തിന്റെയോ സംഘടനാ ചായ്വിന്റെയോ അപ്പുറം ഈരാറ്റുപേട്ടയിലെ പൊതുസമൂഹത്തെ അണിനിർത്തിക്കൊണ്ട് ഈരാറ്റുപേട്ടയിലെ ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഈ അത്തരം ആളുകളെ ഓർമ്മിപ്പിക്കാൻ കൂടി അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നഗരസഭയോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് നഗരസഭ നടപ്പാക്കിയിട്ടുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി അംഗീകരിച്ചിട്ടുള്ള ഒരുപക്ഷെ ഈ ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ലാതെ ഈ നഗരത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും ഈ നഗരത്തിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ഏകകണ്ഠമായി അംഗീകരിച്ച ഒരേ ഒരു പരിഷ്കാരം ഒരേ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ട്രാഫിക് പരിഷ്കരണമായിരിക്കും. ആ ട്രാഫിക് പരിഷ്കരണം അട്ടിമറിക്കാൻ നിങ്ങൾക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ വലിയ സമ്മർദ്ദം നിങ്ങൾക്ക് മുകളിലുണ്ട് എന്ന ജനപ്രതിനിധികളിൽ നിന്ന് മഹല്ല് ഭാരവാഹികളിൽ നിന്ന് ഉൾപ്പെടെ ഉള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ നഗരസഭാ ഭരണസമിതിക്ക് കഴിയണമെന്നും നിങ്ങളുടെ മുന്നോട്ടുള്ള ഈ പരിഷ്കരണത്തിന് എല്ലാവിധ പിന്തുണയും ഈരാറ്റുപേട്ടയിലെ പൊതുസമൂഹത്തിന്റെ പൊതുജനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അറിയിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സാധാരണ എൻ്റെ ഓർമ്മയിൽ പഞ്ചായത്ത് ഉണ്ടായ കാലത്തിൽ ആ കാലം മുതൽ ഇവിടെ ഞാനൊക്കെ ഇതുപോലെ ഇതിൻ്റെ മുൻവശം വന്ന് പിക്കറ്റിങ്ങും ധർണയും ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒന്നുകിൽ പഞ്ചായത്ത് ചെയ്യുന്നത് ശരിയല്ല, അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഈ നിലപാട് ശരിയല്ല, ഇതിനെതിരെയായിരുന്നു. തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിൽ ഒരു ധാരണ ഇവിടെ നടക്കുമ്പോൾ അതെന്താണ്, അതിൻ്റെ പിന്നിൽ ആരൊക്കെയെന്ന് എന്നെപ്പോലെ പ്രായമുള്ള ഒരാൾ ഈരാറ്റുപേട്ടയുടെ ചരിത്രങ്ങൾ ഏതാണ്ട് 90% അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇവിടുത്തെ പല പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന അവർക്ക് ഒരു അജണ്ട ഉണ്ട്. ആ അജണ്ടയിൽ എവിടെയെങ്കിലും കൂടി ഇരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീക്ഷിച്ച് അതെവിടെ
എങ്ങോട്ട് കൊണ്ടുപോകണം, എവിടെ എത്തിക്കണം, ഇങ്ങനെ ആലോചിച്ച് ഒരു തീരുമാനങ്ങൾ എടുക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, വെളിയിൽ നിന്ന് കാണുന്ന ഒരാൾക്ക് ഈ പുളിക്കൽ മാൾസിൻ്റെ ആ ഭാഗത്തെ കച്ചവടക്കാരും ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള കച്ചവടക്കാരും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇതെന്നാണ് ഇപ്പം പറഞ്ഞ് ചിലർ ഒപ്പിച്ച് വച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാനൊരു പൊതുപ്രവർത്തകനായിരുന്നു. 4 കൊല്ലമായിട്ട് നമ്മൾ ഒതുങ്ങി ആ പുത്തമ്പള്ളിയുടെ വാക്കിയ ഒരു ചെറിയ പെട്ടിക്കളിയുമായിട്ടിരിക്കുക. അവിടെ ഇതൊന്നും പ്രശ്നവുമല്ല. എന്നോട് സാധനം മേടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിക്കേ വരുള്ളൂ. ഇവിടെ നിന്നും ആരും നടന്നു വരുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നവുമല്ല. പക്ഷേ ഒരു സത്യം, എന്നെപ്പോലെ പ്രായമുള്ളവർ ധാരാളം പേര് ഈരാറ്റുപേട്ടയിലുണ്ട്. അത് വെളിയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അവർക്കൊന്ന് റോഡിൽ നടക്കണ്ടേ? നിങ്ങൾ ഒരു 15-20 ദിവസം മുമ്പ് വരെ ഇതിലെ നിന്ന് തിരിയാൻ പറ്റുമായിരുന്നു. അതുകൂടെ നിങ്ങൾ ആലോചിക്കണം. പിന്നെ ഇവിടെ മുമ്പ് ഹൈക്കോടതിയുടെ ഒരു സ്റ്റേ നെയ്നാർ വഴി സമ്പാദിച്ചിട്ടുണ്ടെന്ന ഒരു പറച്ചിൽ, അത് നമ്മുടെ ഹബീബുള്ള ഖാനാണ് പറഞ്ഞു കിടക്കുന്നത്. ഈ ഹൈക്കോടതി ആരെന്തിനു പോയാലും സ്റ്റേ കിട്ടും. അതിനൊരു തീർപ്പിന്റെ പേപ്പറുണ്ട്. അത് ഈ പള്ളി കമ്മിറ്റിയിൽ നിന്ന് എടുത്തല്ലോ. ഈ പള്ളിയുടെ ഏതെങ്കിലും ഹൈക്കോടതിയുടെ ഒരു വിധി സൂക്ഷിക്കണമല്ലോ. ആരോപണ 10,000-2,000 രൂപ ഒരു വക്കീലിന് കൊടുത്ത് എന്ത് വക്കീൽ കോർട്ടി വെച്ചാലും സ്റ്റേ കിട്ടും. അതിന് ഇഷ്ടംപോലെ വക്കീലന്മാരുണ്ട്, നേരും നിറയില്ലാത്തവർ. ഇവിടെ പള്ളിക്ക് വരുന്നവര് ഇറങ്ങാനും പള്ളിയിൽ പോകാനും ഒരു ബസ് സ്റ്റോപ്പ് വേണം. അന്നത്തെ ആവശ്യം അതായിരുന്നു. അന്നതൊരു പരിധി വരെ ശരിയാണ്. അന്ന് തേവരുപാറെന്ന് ചുമ്മാക്ക് വരുന്നത് നെയ്നാർ പള്ളിയിലാണ്. ഇവിടെ എളപ്പങ്ക എന്ന് വരുന്നത് ഇവിടെയാ. കടുവാമൊഴി അങ്ങേറ്റത്ത് അവിടെ നിന്ന് വരുന്നു ബസ്സിലാണ്. അപ്പം ജനങ്ങൾക്ക് ഇറങ്ങണം. അതൊരാവശ്യമായിരുന്നു. അന്നൊരു സ്റ്റേ വാങ്ങിച്ചിട്ടുള്ളതാണ്. അതൊന്നും ഇപ്പോഴില്ല. അതൊക്കെ എന്നോ പോയി. അതിൻ്റെ പേര് പറഞ്ഞ് ഒരു വിദ്വാൻ അവിടെ ഇരുന്ന് പറയുക, അതെന്നെ അറിയിച്ചില്ല, നീ എന്നെ ആനയാണോ ഇവിടുത്തെ? ഇതുപോലെ എത്രയോ മഹാന്മാരുടെ പേര് പറയാനില്ല. അയാളൊരു പള്ളിയുടെ പ്രസിഡന്റ്. ഇപ്പോഴും ഒരുത്തനുമില്ലായിരുന്നു. ഒരു ജനറൽ ബോഡി വിളിച്ചപ്പോൾ 40 പേരില്ലായിരുന്നു. അങ്ങനെ തിരഞ്ഞെടുത്ത ഒരു പ്രസിഡന്റാണ്. ഞാനെല്ലാം കൂടെ പൂശിക്കളയി വന്നു. ഒരു വാർഡിൽ നിന്ന് ജയിക്കാൻ പിന്തുണയില്ലാത്ത എന്ത് നേതാവാണ്? ഞാനും നിന്ന് തോറ്റാ പഞ്ചായത്ത്. ഞാൻ നേതാവല്ലെന്ന് ഞാൻ അംഗീകരിക്കണം. ജനപിന്തുണ ഇല്ലാത്തവൻ എന്ത് നേതാവാണ്? അപ്പൊ അങ്ങനത്തെ ഒരു പേരൊന്നു. പിന്നെ എന്റെയും കൂടെ പ്രസിഡന്റ് ഉണ്ട്, MA ഖാദർ. പറയാതിരിക്കാൻ കഴിയും. ഖാദർ ഈ പ്രശ്നം ഇത്രയും ദോഷം ഉണ്ടായപ്പോ ഈ വ്യാപാരികളെ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയല്ല, വ്യാപാരികളെ എല്ലാം വിളിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു. വിളിച്ചു കൂട്ടി അവരുടെ അഭിപ്രായം ചോദിച്ച് തീരുമാനം പറയട്ടെ. ഇതുവരെ എവിടെയൊക്കെ പറഞ്ഞു? നീ മുനിസിപ്പാലിറ്റി അറിയിച്ചോ? അല്ലെ ജനങ്ങളെ അറിയിച്ചോ? മിണ്ടാതിരിക്കുക. ഇതാര് ജയിക്കും അവിടെ കൂടി പറഞ്ഞു. മനസ്സിലായില്ല? ഷക്കീറിന്റെ കാര്യമൊക്കെ പണിയത. സത്യസന്ധമായിട്ട് ഒരു കാര്യം ചെയ്യുക. അവരുടെ നിലനിൽപ്പ്, അവരുടെ അംഗീകാരം, ഫോട്ടോ പത്രത്തെ വരണം, പേര് വരണം. ഇതിനൊക്കെ കളിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പാവപ്പെട്ടവർ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിനൊരു പരിഹാരം വന്ന നിലയിലാണ് ഞാനിതിനെ കാണുന്നത്. നിങ്ങളെങ്ങനെ കണ്ടാലും പറഞ്ഞാലും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ എനിക്കൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് ഞാൻ നടന്നാൽ മതി. പുത്തമ്പള്ളിയുടെ അവിടെ തിരിച്ച് നടന്നു പോകും. മുമ്പ് നടന്നൊന്നും വരാൻ പറ്റില്ല. ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഇടുക്കിൻ്റെ യമലാട കലയുടെ ഇടുക്കിൻ്റെ ഇടയിൽ കൊടുത്ത് അല്ലെ ഇപ്പോൾ ഇവിടെ ഒക്കെ അവരെ ഇവിടെ വരാൻ പറ്റിയതായിരുന്നു. അപ്പം സുഖമായിട്ട് നടന്നു വരാം. ട്രാഫിക് കമ്മിറ്റിയുടെ ഒരു നല്ല തീരുമാനമാണ്. ഇവിടെ നേരത്തെ ആരോ സൂചിപ്പിച്ച പോലെ ഒരുപാട് കമ്മിറ്റിയിലും ഞാൻ പോയാ. ട്രാഫിക് കമ്മിറ്റി ചുമ്മാ ഇങ്ങനെ വിളിക്കും, ഒരു ചായ കിട്ടും, ഈ വലിയ ഒരു വടയും. വലിയ ഫോണുള്ളവനോ മെച്ചപ്പെടുത്തിട്ട് കമ്മിറ്റിക്കാർ എൻ്റെ ഈ ചെറുതാ ഇത് കാണാൻ കൊള്ളുമല്ലോ, ഞാൻ പിക്കുകയില്ല. എന്നുവെച്ചാൽ ചെയർമാനും വൈസ് ചെയർമാനും അടുത്ത ശരിയിരിക്കും. MLA ഏതെങ്കിലും കാണും ഒരു ഉണ്ടല്ലോ. പിന്നെ MLA ഒരു പ്രസംഗം, അയാളുടെ നിലനിൽപ്പായി അവൻ MLA ആകില്ല. യാതൊരു മാറ്റവും ഇല്ല. ആ തീരുമാനം ഒരാഴ്ച നിലനിൽക്കില്ല.
ഇവിടെ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല. ഇവിടെ ആരോ 95 പറഞ്ഞു ശരിയാണ്, 95 മറ്റോ ആയി ഉണ്ടായത്. അന്ന് ഞാൻ ഈ LDF-ലായിരുന്നു. ഞാൻ എൻ്റെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള പല പ്രാവശ്യം വന്നു. അവസാനം നാണക്കേട് വന്നിട്ട് വരവേ നിർത്തി. അപ്പൊ ഈ സൂറാക്കി ബുദ്ധി അല്ലെ ഈ മമ്പലന്മാര് ഇത്ര കഴിവുള്ള മമ്പലന്മാരാണെന്ന് ഞാൻ സത്യത്തിൽ ഇപ്പോഴറിയും. ഈ എടുത്ത തീരുമാനം ധീരമായി മുമ്പോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ സൂറ രാജിവെക്കണം. എൻ്റെ അഭിപ്രായം ഈ വ്യാപാരികൾ പ്രസിഡന്റ് രാജിവെക്കണം. ഇവിടെ ഒരു പ്രശ്നമുണ്ടായ കച്ചവടക്കാരൻ്റെ പ്രശ്നം അയാൾ ഇടപെട്ട് വേറെ പാലായി വക്കച്ചനാണ് വരുന്നത്, മറ്റത്തി വക്കച്ചനാണ് വരുന്നത്. അല്ലല്ല, അയാൾ ഇടപെടണം, പിടിക്കണം. കച്ചവടക്കാരുടെ കൊടുത്ത പ്രതിനിധികളെ അവരെ ഇവരെല്ലാം എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഇന്ന കാര്യങ്ങളുണ്ടല്ലോ, പിന്നെ എന്നാ പ്രസന്റാ, പിന്നെ അതിനാല് വലിയ പ്രസന്റികളുണ്ടാകും. അയാൾക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. അത് പറയട്ടെ, ഏതെങ്കിലും 5 പേര് ഒരു വെള്ളിയാഴ്ച ജുമ്മായ്ക്ക് ബസ്സിൽ വന്നിറങ്ങിയ പള്ളി വരുന്നുണ്ട്, 5 പേരുടെ പേര് അടുത്ത വെള്ളിയാഴ്ച ഒന്ന് പറയട്ടെ. ഞാൻ എല്ലാ വെള്ളിയാഴ്ച പള്ളിയിലാണ് ഇല്ല. ഒരുത്തരും വരികയില്ല, എല്ലാവരും വണ്ടിയുണ്ട്. ഇപ്പം ഇല്ലേ ഓട്ടോയ്ക്ക് വരും. ഇതാ എന്നിട്ട് ഇവിടെ ഒരു പത്രപ്രസ്താവനയും വേറെ ഒന്നുമില്ല. ഞാൻ ഈ ഒരു അഹങ്കാരം ഇത് നിർത്തണം. അതുകൊണ്ട് ഇതൊരു നല്ല തീരുമാനമാണ് ട്രാഫിക്കിൻ്റെ. അത് നടപ്പിലാക്കണം. നടപ്പിലാക്കിയില്ലെങ്കിൽ യാസേ സമരം ഇത് വലുതാക്കണം. ജനങ്ങൾ എഴുതിയിട്ട് പിന്നെ നിന്നെ ഒന്നും പിടികല, നീയൊക്കെ കഥ വിട്ടു ചേർത്ത് അവിടെ ഇവിടെ കൂടി തുറന്നിട്ട് കാര്യമില്ല. ഞങ്ങളൊക്കെ വലിച്ചതിനകത്തിട്ടേ കാര്യമായിട്ട് ചെയ്യണം. അതുകൊണ്ട് നീ വന്നുകൊണ്ടാണ് വന്നത് മാത്രം. ഇങ്ങനെ എന്നെ വിളിച്ച ഇതിൻ്റെ സംഘാടകർക്ക് മുഴുവൻ പേർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ട്രാഫിക് കമ്മിറ്റിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെയ്തു. അനൗദ്യോഗികമായിട്ട് കിട്ടിയ ഒരു അറിവാണ്, അങ്ങനെ അറിയിച്ചിട്ടുണ്ട്. പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ നമ്മൾ അത് ഒരു ഇതല്ലല്ലോ. അതല്ല ഇവർ പറഞ്ഞത്, ഈ മേഖലയിൽ സംരക്ഷിക്കുന്ന നിലപാട് MLA സ്വീകരിച്ചാൽ പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളുടെ സപ്പോർട്ട് കാണുകയില്ല. ഇത് ലീഗ് UDF ആണ്, അവിടെ ആരും ഇല്ല, LDF ആയിട്ടില്ല. ലീഗ് കോൺഗ്രസ്സുകാരൊക്കെയാണ് ആ ഭാഗത്തുള്ളത്. അതുകൊണ്ട് MLA ആ നിലപാട് MLA അല്പം അതിനകത്ത് അയഞ്ഞു എന്നാണ് ഞങ്ങൾ അറിഞ്ഞ ഒരു കാര്യം. അതുകൊണ്ടാണ് ഇത് 2 ദിവസം ആദ്യം സ്ട്രോങ് ആയിരുന്നു. പിന്നീട് പോലീസ് അവിടെ നിൽക്കുന്ന യാത്രക്കാരൊക്കെ നേരത്തെ മുനിസിപ്പൽ നിങ്ങൾ സ്റ്റാൻഡിലേക്ക് പൊക്കോ, ഇവിടെ കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആളുകൾ മാറ്റുമായിരുന്നു. പക്ഷെ ആ ബോർഡ് നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്ന ആരും ശ്രദ്ധിക്കുന്നില്ല. ബോർഡ് ഏറ്റവും ഇങ്ങേയറ്റത്തായി പോയി, ഉയർന്നു പോയി. ഏറ്റവും അങ്ങേയറ്റത്തെ പോസ്റ്റ്, ആ TV വെച്ചിരിക്കുന്ന പോസ്റ്റുകൾ ആ ബോർഡ് വെച്ചിരുന്നെങ്കിൽ ആളുകൾക്ക് വായിക്കാൻ പറ്റുമായിരുന്നു. ബോർഡ് കുറച്ചുകൂടി താഴ്ത്തിയിട്ട് അങ്ങേയറ്റത്തോട്ട് വെക്കണം. ഇതിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് ആളുകൾ നിൽക്കുന്നത് ഇങ്ങോട്ട്, ബോർഡ് ഇരിക്കുന്നത് ഇപ്പുറത്ത്. അത് ബോർഡ് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അന്ന് പോലീസ് പറഞ്ഞു അഡ്വൈസ് ചെയ്ത് വിടുവാനും ഇപ്പോൾ അതും പോലീസ് ചെയ്യുന്നില്ല. ബസ് പാർക്ക് ചെയ്താലും പോലീസ് ശ്രദ്ധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ബസ് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള ഒരു വ്യാപാരി തന്നെ പറഞ്ഞു, ഇവിടെ അതിനേരം കിടക്കരുത്, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും, മുനിസിപ്പാലിറ്റി അതുകൊണ്ട് ഇത് തടയും, അതുകൊണ്ട് നിങ്ങൾ പോകണമെങ്കിൽ അവരെ ഓടിച്ചു വിടുന്നത്. ബസ്സുകാർക്ക് ഇപ്പോഴും അവിടെ കിടക്കാനാണ് താല്പര്യം. കിടക്കുമ്പോൾ ബ്ലോക്ക് ഉണ്ടാകുന്നു, പിന്നെ ഓട്ടോറിക്ഷക്കാർക്ക് ഇറങ്ങും. അപ്പോൾ നിലവിലുള്ള അത് ക്യാമറയുടെ കേസ് എടുക്കാൻ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തതായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. കേസ് നമ്മൾ ഈ നഗരസഭ ഇത്രയും കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തത് ഇത് നല്ല രീതിയിൽ സുഗമമായിട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നിർവഹണം നടത്തേണ്ട ഉദ്യോഗസ്ഥരുടെ തലത്തിൽ നിന്നാണ് അവരത് ചെയ്യേണ്ടത്. അത് വയലേഷൻ കാണിച്ചാൽ ബസ്സിനെതിരെയാണെങ്കിലും നടപടി എടുക്കേണ്ടത് മോട്ടോർ വെഹിക്കിളും. അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിളിനെ ഞാൻ വിളിച്ചു, എന്നിട്ട് ഇവിടെ പാലായി വിളിച്ചപ്പോഴത്തേക്ക് അവർക്ക് അതിനുള്ളൊരു സംവിധാനം ഇല്ലെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഹെഡ് കോട്ടയത്ത് ഞാൻ വിളിച്ചു. അവരതിനുള്ള സംവിധാനം ചെയ്തു തരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ റൗണ്ട്സിന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതുവരെ നമുക്കിപ്പോൾ അങ്ങനെ നോക്കിയിരിക്കാനായിട്ട് പറ്റുന്നില്ല. ഈ എല്ലാ സോഴ്സും ലഭ്യമാകാവുന്ന തരത്തിലുള്ളത് നഗരസഭ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന നടപടി എടുക്കുന്നത്. എൻ്റെ മൊബൈലിൽ തന്നെ നമ്മൾ നോക്കുക എത്ര എണ്ണം ഇതുപോലെ വയലേഷൻ കാണിച്ച് നമ്മൾ. അതുമല്ല, നഗരസഭയുടെ ഒരു കൗൺസിലിൻ്റെ തീരുമാനമാണിത്. ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കുന്നത് എല്ലാവരെയും വിളിച്ചു കേട്ടും ചർച്ച ചെയ്തതിന് ശേഷം ഫൈനലൈസ് ചെയ്തത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രതികൾ ഉൾക്കൊള്ളുന്നതാണ് കൗൺസിൽ എന്ന് പറയുന്നത്. കൗൺസിലിൽ ഐക്യകണ്ഠേന എടുത്ത തീരുമാനങ്ങൾ പോലും നടപ്പിലാക്കാനായിട്ട് നിർവഹണ ഉദ്യോഗസ്ഥരെ വിമുഖത കാണിക്കുമ്പോൾ ശക്തമായിട്ട് സമരപരിപാടിയായിട്ട് നഗരസഭയിൽ മുന്നോട്ട് പോകാൻ പോവാണ്.
അത് മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നതിൽ നിങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കണം. പോലീസിനോടും ആർടിയോടും പാലാ ജോയിന്റ് ആർടിയോടോ അല്ലെങ്കിൽ വിളിച്ചു പറയുകയാണെങ്കിൽ ഇതാണ് എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല, അടിയന്തരമായി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയണം. നിങ്ങൾക്ക് പറയാൻ കഴിയുമല്ലോ. അല്ല, നമ്മളിപ്പം അവരോട് വിളിക്കുമ്പോൾ നമ്മളോട് നോ അല്ലല്ലോ പറയുന്നത്. അവർ നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇങ്ങോട്ട് നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസറാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്, ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ 28-ാം തീയതി മുതൽ നടപ്പിലാക്കി, ഇന്നിപ്പോൾ നമ്മൾ 5-ാം തീയതി, ഇന്നിപ്പോൾ 7-ാം തീയതിയിൽ എത്തി നിൽക്കുന്നു. ഇതിൽ വയലേഷൻ കാണിച്ച് എത്ര കേസ് ഫയൽ ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ ഇനി ഒന്ന് ചോദിക്കാൻ പോവാണ്. അപ്പം നമുക്ക് കൃത്യമായിട്ട് ഏതായാലും നമ്മളുടെ കൺമുമ്പിലും നമ്മളോട് അടുത്തറിയാവുന്നവരും പറയുന്ന രീതിയിലൊക്കെ കുറേ വയലേഷൻ നടന്നിട്ടുണ്ട്. അതിലെത്ര ആക്ഷൻ എടുത്തു എന്ന് അറിയുമ്പോൾ അറിയാം ശരിയായിട്ടൊരു ഫോളോ അപ്പ് ഇതിനുണ്ടോ ഇല്ലയോ എന്നറിയാം. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാനേ പറ്റത്തുള്ളൂ. കൂടിയാണല്ലോ പങ്കെടുത്തിട്ടാണല്ലോ നമ്മൾ ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കിയത്. അദ്ദേഹം അവിടെ സ്റ്റോപ്പ് വേണമെന്നുള്ള തീരുമാനമാണ് പുള്ളി എടുത്തിരിക്കുന്നത്. ആ തീരുമാനത്തിൽ ഒപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ ഏതെങ്കിലും വ്യാപാരികൾ അത് എതിർത്തെങ്കിൽ അത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ തീരുമാനത്തിന് വിരുദ്ധമാണ്. ഏതെങ്കിലും കോംപ്ലക്സിലുള്ള ആളുകൾ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ സംഘടനയുടെ തീരുമാനത്തിന് വിരുദ്ധമാണ്. സംഘടനയുടെ തീരുമാനത്തിൽ ഒപ്പം നിൽക്കുന്നത് ഞങ്ങളാണ്. അതായത് മുനിസിപ്പാലിറ്റിക്ക് എല്ലാ പിന്തുണയാണ് ഏകോപന സമിതി തരുന്നത്. നമ്മുടെ ഈരാറ്റുപേട്ടയിലുള്ള വ്യാപാരികളോ നമ്മുടെ കുറച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളോ ബസ് ഓണേഴ്സോ അല്ലെ ബസിന്റെ തൊഴിലാളികളോ ഈരാറ്റുപേട്ട നഗരസഭയിലുള്ളവർ മാത്രമല്ല ഇതിനെ സ്വാഗതം ചെയ്തിട്ടുള്ളത്. പുറത്ത് നമ്മുടെ ഇത് വന്നു പോകുന്ന അതർ സൈഡിലുള്ളവർ പോലും വളരെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ തന്നെ. നമ്മൾ പല ഓഫീസുകളിലും കയറുമ്പം നമ്മുടെ ഈരാറ്റുപേട്ട ടച്ച് ചെയ്ത് പോകുന്ന എത്രയോ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇപ്പോൾ സുഗമമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ സ്കൂളുകളിൽ നിന്നുള്ള മുഴുവൻ HM-മാരുൾപ്പെടെ പ്രിൻസിപ്പൽമാരോ അധ്യാപകരുൾപ്പെടെ പറഞ്ഞു കൃത്യസമയത്ത് സ്കൂൾ വാഹനങ്ങൾ പോലും സ്കൂളിലെത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഒരു പരിഷ്കാരം സുഗമമായിട്ട് നടപ്പിലാക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നിയമ നടപടി, അത് വയലേഷൻ കാണിക്കുന്നവർക്കെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്തം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ട്. അപ്പം അവരോടും കൂടെ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളും കൂടെ അന്വേഷണം നടത്തും. ഇതുവരെ നമ്മളോട് സപ്പോർട്ടീവായിട്ടാണ് അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്തെങ്കിലും രീതിയിൽ വിളിക്കുമ്പോഴാണെങ്കിലും ഇതാ ഇപ്പോൾ നമ്മൾ റൗണ്ട്സിന് ഇറങ്ങുകയാണ് എന്നുള്ളൊരു ആൻസറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാനാകാതെ നിങ്ങൾ വിഷമിക്കുന്നുവോ? പണയ സ്വർണം തിരിച്ചെടുത്ത് മാർക്കറ്റിലെ ഉയർന്ന വിലയിൽ വിൽക്കുവാൻ ഞങ്ങൾ സഹായിക്കാം. പണയത്തിലോ കൈവശമോ ഇരിക്കുന്ന ഏത് ജ്വല്ലറിൽ നിന്നും വാങ്ങിയ സ്വർണവും നിങ്ങളുടെ വീടുകളിലോ പണയ സ്ഥാപനത്തിലോ നേരിട്ടെത്തി മിനിറ്റുകൾക്കുള്ളിൽ മാർക്കറ്റ് വിലയിൽ വിൽക്കാൻ സഹായിക്കുന്നു. ഉടൻ വിളിക്കൂ ആലപ്പാട് ഗോൾഡ്, നിയർ റിലയൻസ് ട്രെൻഡ്സ്, KK റോഡ്, മുണ്ടക്കയം. ഫോൺ 8606 എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട. റാണി റൈസ് ആൻഡ് ഫ്ലവേഴ്സ്. രുചിച്ചു തന്നെ അറിയണം ഈ പാരമ്പര്യത്തിന്റെ മേന്മ. ലിതൻസ്, അണമുറിയാത്ത ജലപ്രവാഹം, പമ്പ്സ് ആൻഡ് മോട്ടോഴ്സ്, പ്ലോട്ട് സ്വിച്ചസ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് വാൽവ്സ്. ലിതൻസ്.